ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററാണ് ഈ സാധനം. പിന്നെ ഇത് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് വന്ന് വേറെ ഏതോ കടകളിൽ കൊടുത്തു. അവർ റെഡിയാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. വീണ്ടും അത് കത്തിപ്പോയി. അത് കാരണം കസ്റ്റമറിന് തിരിച്ചു കൊടുത്തു. ഇത് നമുക്ക് തിരിച്ച് ഇത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുക, ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ കാര്യം ഞാൻ അഴിച്ചതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കഴിച്ചാൽ എനിക്കൊന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഇതിലെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഒരു മിനിറ്റ്, ഞാൻ LVD സംഗതികളായിട്ടെ ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു പാഴ്സ് ഇല്ല. ഈ കപ്പാസിറ്റർ പൊട്ടിയതാണ്. ഇവിടവും കരിഞ്ഞിരിക്കുക. ഇവിടെ കംപ്ലീറ്റ് കരിഞ്ഞു പോയി. ഇതുണ്ടോ, ഇവിടെ എല്ലാം കത്തി, ഈ റെസിസ്റ്റൻസിൻ്റെ എല്ലാം ഇതും കത്തിപ്പോയിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഫീസ് കണ്ട്, ഈ ഫീസ് ഒരു ഫീസാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ആ ഫീസ് പോയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കാം. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ റെസിസ്റ്റൻസ് പോയിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ ഫുള്ള് പൊട്ടിയിരിക്കുക. ഇതുണ്ടോ, ഫുള്ള് പൊട്ടി കയറിയിരിക്കുക. ഇത് അവരെ ശരിയാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വിട്ടു. നമ്മുടെ വന്നു. നമ്മളിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോജനം പെട്ടെന്ന് കരുതി നമ്മൾ ചെയ്തതാണ്. ഇതുണ്ട്, ഇവിടെ 2 ഡയോഡ് വന്നിട്ടുണ്ട്. അതായത് ഈ ചോപ്പർ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ വരുന്ന 2 ഡയോഡ്. ആ ഡയോഡിൻ്റെ ഈ സൈഡ് നമ്മൾ ഊരിയിട്ട് അവിടെ 2 ഡയോഡും കൂടെ ചേർത്തിട്ട് അവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മളങ്ങ് സെറ്റ് ചെയ്തു. കണ്ടു ഇങ്ങനെ ഇതുണ്ടോ, 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മളങ്ങ് സെറ്റ് ചെയ്തു. ആ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ വോൾട്ട് കറക്റ്റായി. അത് മറ്റേ കടക്കാരെനിക്ക് തോന്നുന്നു അവർക്ക് ചെയ്തെടുക്കാൻ തലവേദന ആയതുകൊണ്ടായിരിക്കാം അവർ ഒഴിഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ഞാനിത് ചെയ്ത് കാണിക്കാം, നിങ്ങളെ ഓണാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കണ്ടോ, നമ്മുടെ മോണിറ്റർ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു ലൈനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സെറ്റപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഉടനെ അങ്ങ് തഴഞ്ഞ് കളയരുത്. കാരണം ഇതൊക്കെ ചെയ്ത് നമ്മൾ എടുക്കണം, എങ്ങനെയെങ്കിലും മാക്സിമം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് പഠിക്കുന്ന ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് ഇതൊരു വലിയ ഉപകാരമാവും, ഇതുപോലെയുള്ള വീഡിയോസ്. കുഴപ്പമില്ല, ഹീറ്റിംഗ് ഒന്നും പ്രശ്നമൊന്നുമില്ല ഇവിടെ. കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഡയോഡിൻ്റെ ഒരു 2 സൈഡ് അങ്ങ് പറിച്ച് വിട്ടിട്ട് ഇവിടെ ഒരു പ്ലസും കൊടുത്തു, ഗ്രൗണ്ടിങ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ്ട് 9 വോൾട്ടിൻ്റെ D2Hൻ്റെ ഒരു അഡാപ്റ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.